ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കേരള സ്റ്റൈലിൽ ഒരു വറുത്തരച്ച കോഴിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. ഞങ്ങളിവിടെ വെച്ചതാണ്, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ കോഴിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങൾ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഇടികല്ലിലിട്ട് ചതച്ചെടുത്താണ് കേട്ടോ, ഒരുപാട് പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. പിന്നെ തക്കാളിയാണ്, ഏകദേശം ഒരു തക്കാളി ഉണ്ട് കേട്ടോ, ഒരു വലിയ തക്കാളിയായിരുന്നു. പിന്നെ 3-4 പച്ചമുളക് നടുകെ മുറിച്ചതും ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ തേങ്ങ, നല്ല തേങ്ങ ചെരുകിയതാണ് കേട്ടോ. തേങ്ങ ഒരു 3-4 ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിയില്ലേ അത്, പിന്നെ വറ്റൽ മുളക്. ഈ ഐറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഈ വറുത്തരച്ച് വെക്കുന്നതിൽ ഇച്ചിരി കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരയ്ക്കുന്ന ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ചീനച്ചട്ടിയിൽ തേങ്ങ ഇട്ടു, വറ്റൽമുളകും ഉള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വറുത്തരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ തേങ്ങ വാടിയിട്ട് ചില ആളുകൾ ഓരോന്ന് സ്റ്റെപ്പായി ഇടും. ഞാൻ ആദ്യം തേങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടിയും വറ്റൽമുളകും ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം ഇത് ഇപ്പുറത്തൊരു അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചതച്ചിട്ടില്ലേ, അത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുമല്ലോ, ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നവരെ, ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടുകയാണ്. അതിനുശേഷം സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ തേങ്ങ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ ഒരുമിച്ച് അങ്ങ് കാര്യം നടക്കും. ഒന്ന് കോൺസെൻട്രേഷൻ കൂടുതൽ നമ്മൾ അടുപ്പിലോട്ട് കൊടുത്താൽ മതി, അപ്പോൾ രണ്ടും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സബോള വാടാനായിട്ട് നമ്മുടെ ഒരു ടിപ്പാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നന്നായിട്ട് വാട്ടുകയാണ് കേട്ടോ. സബോള ഒന്ന് അത്യാവശ്യം വാടി വരണമല്ലോ. അപ്പോൾ ദേ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ തേങ്ങായും കൊച്ചുള്ളിയും വറ്റൽമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഏകദേശം ഒരു യെല്ലോ ബ്രൗൺ നിറത്തിലോട്ട് അങ്ങ് കടന്നു. അപ്പോൾ ദേ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു കേട്ടോ. നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, കറ്റാർവാഴ, ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെന്താണ് ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു ജാതിപത്രിയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ കുരുമുളക്. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ വറുക്കുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങ വറക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വാട്ടാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇപ്പുറത്ത് നമ്മുടെ സബോളയിൽ നമുക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനും രാജേഷനും കൂടെ ഒരുമിച്ച് നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ചേ ചെയ്യാറുള്ളൂ. അപ്പോൾ ദേ ഇവിടെ തേങ്ങ വറക്കുന്നതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. ഓരോന്ന് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അതും ഒന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ കേട്ടോ. ഒരുപാട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം. ഇത് ജീരകം, നമ്മൾ അവിയലിനൊക്കെ ഇടുന്നൊരു ജീരകമില്ലേ, ആ ജീരകമാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പെരിഞ്ജീരകം ഇട്ടു, പിന്നെ ഞാനിടുന്നത് അവിയലിനിടുന്ന ജീരകമാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ ഈ ജീരകവും കൂടി ഇട്ട് വെച്ചപ്പോഴത്തേക്കും. നല്ല ചോറൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റായിരുന്നു. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഏകദേശം ഒരു 2-3 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം ഇതേ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഏകദേശം ഒരു 2 സ്പൂണോളം ഇട്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മറവ് വരുമല്ലോ, പെട്ടെന്ന് നമുക്ക് എടുക്കുക. അതാണ് ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2 സ്പൂണോളം മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മളിതേ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടെ നമ്മൾ വറുത്തിട്ട് അരച്ചെടുക്കുമല്ലോ, അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മളിത് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക്, നേരത്തെ സ്പൈസസിൻ്റെ കൂടെ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്.
ഇപ്പോഴും ഇച്ചിരി കുരുമുളക് ആഡ് ചെയ്ത് കേട്ടോ. നല്ല എരിവ് വേണമല്ലോ, വറുത്തരച്ച കോഴിക്കറി എന്നൊക്കെ പറയുമ്പോൾ നല്ല എരിവ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലൊരു ഡാർക്ക്, ഏകദേശം ഒരു ബ്രൗൺ ഡാർക്ക് കളറായല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും, സബോള, പച്ചമുളക്, തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. അത് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഓരോ കഷ്ണങ്ങൾ, ഇവിടെ ലെഗ് പീസ് ഇങ്ങനെ കണക്കാണ് സത്യം പറഞ്ഞാൽ. ഓരോ പ്രാവശ്യം ഓരോരുത്തർക്കാണ്. പൊന്നുകുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലെഗ് പീസ്. എനിക്കും ഇഷ്ടമാണ്, രാജേഷനും ഇഷ്ടമാണ്. കണ്ണൻകുട്ടൻ അങ്ങോട്ട് ലെഗ് പീസൊക്കെ അങ്ങോട്ട് ആയി വരുന്നതേ ഉള്ളൂ. കുഞ്ഞു ആവയല്ലേ അവനെല്ലാം ഇങ്ങനെ കണ്ട് പഠിച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ ലെഗ് പീസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവനങ്ങനെ ഇതുവരെ ലെഗ് പീസ് വേണമെന്നൊന്നും ചോദിച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിക്കും അച്ഛനും എനിക്കും ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചിക്കനും സബോള എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ചിക്കനൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനുവേണ്ടി ആദ്യം ഞാൻ ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ആ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതായി വരണമല്ലോ, ഒന്ന് ചിക്കനൊന്ന് ആ എണ്ണയിലൊന്ന് വാടി വരാൻ വേണ്ടി ഞാൻ നേരത്തെ ചിക്കൻ ആഡ് ചെയ്ത് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ നല്ല ഒരു പ്രത്യേകതയല്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അല്ലേ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഒന്ന് അടച്ച് വെച്ചു, ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചതാണ്. ഇവിടെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത സംഭവമില്ലേ, അത് ഒന്ന് ചൂടാറാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതങ്ങോട്ട് അരച്ചെടുത്ത് കേട്ടോ. തേങ്ങ വറുത്തരച്ചത് ഒരുപാട് ഐറ്റംസ് ഇട്ട് കാണുമല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപം തേങ്ങയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഐറ്റംസായിട്ടാണ് സ്പൈസസ്, കുരുമുളക്, പിന്നെ തക്കോലം, ജാതിപത്രി, കറുവപ്പട്ട, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ മഞ്ഞൾപ്പൊടി, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകം, നല്ല ജീരകം, നമ്മൾ അവിയലിനകത്തൊക്കെ ഇടുന്ന ജീരകമുണ്ട്, അതും കുറച്ചിട്ടു. ഇതെല്ലാം കൂടിയിട്ട് ഇതെല്ലാം കൂടെ വറുത്തരച്ചെടുത്ത നല്ല അടിപൊളി പേസ്റ്റായിട്ട് എടുത്ത നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ബാറ്റർ നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തു. എൻ്റെ അമ്മൊന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല വറുത്തരച്ച നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമുക്ക് കഴിക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ പൊറോട്ട ഇന്നലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടാകും, ട്രൈ ചെയ്യാത്തവരും ഉണ്ടാകും കേട്ടോ. പക്ഷേ ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് നല്ല ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ആഡ് ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊന്ന് താളിക്കാൻ പോവാണ്, ഫൈനൽ ആയിട്ട് താളിക്കാൻ പോവാണ്. അതിന് ചീനച്ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കുവാണ്. ഇതിനകത്തൊരു ഐറ്റം ഇല്ല കേട്ടോ, കറിവേപ്പില അങ്ങക്ക് കിട്ടാനില്ല കേട്ടോ. എനിക്ക് കടയിലെ കറിവേപ്പില അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില യൂസ് ചെയ്യാത്തത്. അപ്പോൾ കൊച്ചുള്ളി അരിഞ്ഞതും, തേങ്ങ ഇങ്ങനെ തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വാട്ടുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കറിവേപ്പില ഇല്ലാത്തതിനൊന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് നല്ല കറിവേപ്പില കിട്ടിയില്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയിലോട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കടുക് വറുത്തത് താളിച്ച് കൊടുക്കാം. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തരച്ച കോഴിക്കറി ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും. സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇതൊന്ന് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.